കാർഷിക വാർത്തകൾ. ഖാരിഫ് സീസണിൽ വളങ്ങളുടെ വിതരണം കാര്യക്ഷമമാണെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങൾ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട്. ഖാരിഫ് സീസണിൽ വളങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ജില്ലാടിസ്ഥാനത്തിൽ വളങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. അതേസമയം തെലങ്കാന അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ബാഗിന് 266 രൂപ സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ നിന്നും ഇരട്ടി നിരക്കിൽ കരിഞ്ചന്തയിൽ വളം വിൽക്കുന്നതായി രാസവള വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷത്തെ യൂറിയയുടെ വിൽപ്പന മുൻവർഷത്തെ അപേക്ഷിച്ച് 13 ലക്ഷം ടൺ കൂടുതലാണ്. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സർക്കാർ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് രാസവള വകുപ്പ് അറിയിച്ചു. ഇത് അന്താരാഷ്ട്ര ലഭ്യതയെയും വിലയെയും ബാധിച്ചിട്ടുണ്ട്. സമയബന്ധിതമായ നയതന്ത്ര ഇടപെടലുകൾ, ലോജിസ്റ്റിക്കൽ ഇടപെടലുകൾ, ദീർഘകാല ക്രമീകരണങ്ങൾ എന്നിവ നമ്മുടെ കർഷകർക്ക് ഒരു ക്ഷാമവും നേരിടില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യയുടെ പ്രതികാര നടപടി ഭയന്നാണ് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് മുഖം തിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികാര നടപടി ഭയന്നാണ് ഇന്ത്യൻ കമ്പനികൾ US കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെച്ചത്. US-ന്റെ അധിക തീരുവയിൽ ഇന്ത്യൻ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഓർഡറുകൾ സ്വീകരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ അനിഷ്ടത്തിന് കാരണമാകുന്ന ഭയമാണ് കമ്പനികൾക്ക്. അമേരിക്കയിൽ നിന്നും പ്രധാനമായും പയറുവർഗ്ഗങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. നിലവിൽ അമേരിക്കൻ പയർ, ബീൻസ് എന്നിവയുടെ വിളവെടുപ്പ് സമയമാണ്. അതേസമയം തമിഴ്നാട്ടിലെ കമ്പനികൾ അമേരിക്കയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. റേഷൻ കടകൾ വഴിയാകും ഇവ വിതരണം ചെയ്യുക. ചൈനയും അമേരിക്കയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇത് അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കയറ്റുമതിയിൽ അമേരിക്കയുടെ 6ാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. 2024-ൽ US ഇന്ത്യയിലേക്ക് $2.27 ബില്യൺ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. പ്രധാന ഉൽപ്പന്നങ്ങൾ മരക്കഷ്ണങ്ങൾ, എത്തനോൾ, പരുത്തി, പയർവർഗ്ഗങ്ങൾ, പുതിയ പഴങ്ങൾ എന്നിവയായിരുന്നു അത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷത്തെ അധിക മഴ കാപ്പി കൃഷിക്ക് വിനയായി. കൂടുതൽ വിളനാശമുണ്ടാകുമെന്ന ആശങ്കയിൽ കർഷകർ. ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2025-2026 വിളവിൽ കാപ്പി ഉൽപാദനത്തിൽ ഇടിവുണ്ടാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത്. തുടർച്ചയായ മഴ മൂലമുണ്ടാകുന്ന വേരുചീയൽ രോഗങ്ങൾ വ്യാപിക്കുകയാണ്. കർണാടകയിലെ പ്രധാന കാപ്പി ഉൽപാദന ജില്ലകളായ ചിക്കമംഗളൂരു, കുടക്, ഹസൻ എന്നീ പ്രദേശങ്ങളാണ് മഴ വില്ലനായത്. അറബിക്ക ഇനത്തിലുള്ളവയാണ് ചീയൽ രോഗം കൂടുതൽ ബാധിച്ചിരിക്കുന്നതാണ് വിലയിരുത്തൽ. 4 മാസവുമായി കൃത്യമായ സൂര്യപ്രകാശം പോലും ലഭിക്കാത്ത വിധത്തിലാണ് മഴയെന്ന് കോഫി ബോർഡ് ചെയർമാൻ MJ ദിനേശ് പറഞ്ഞു. വിളനാശം വിലയിരുത്തുന്നതിനുള്ള സർവേ നടത്തുവരികയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് ലഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കർണാടകയിലും കേരളത്തിലും കാപ്പി കൃഷി ചെയ്യുന്ന ജില്ലകളിലെ മഴ കനത്തതാണ്. അതേസമയം തമിഴ്നാട്ടിൽ സ്ഥിതി താരതമ്യേന മെച്ചപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കാപ്പി ഉൽപാദനം ഏകദേശം 3.65 ലക്ഷം ടൺ ആയിരുന്നു. ഇതിൽ 75,000 ടൺ അറബിക്കയും ഏകദേശം 2.9 ലക്ഷം ടൺ റോബസ്റ്റയും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള ഇടുക്കിയിലെ പശു ഫാം വൻ നഷ്ടത്തിൽ. ഉൽപാദന ചെലവ് ഭീമം. പ്രവർത്തനങ്ങൾ നിയമവ്യവസ്ഥ അനുസരിക്കാതെയെന്നും റിപ്പോർട്ട്. ഇടുക്കി കോലാഹലമേടിലെ പശു ഫാമാണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. കേരള പ്രിൻസിപ്പൽ അക്കൗണ്ട്സ് ജനറലിന്റെ 2025-ലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2023-24 വർഷം ഫാമിൽ നിന്ന് വിറ്റത് 1.04 ലക്ഷം ലിറ്റർ പാലാണ്. ഇതിൽ നിന്നുള്ള വരുമാനം 40.78 ലക്ഷം രൂപയുമാണ്. പശുക്കളുടെ തീറ്റയ്ക്കായി മാത്രം ചെലവായത് 44.19 ലക്ഷം രൂപയാണ്. 2.61 കോടി രൂപയെന്ന ഭീമമായ തുകയാണ് 2023-24 ഫാം നടത്തിപ്പിന് വന്ന ചെലവ്. 2010-ലെ വെറ്റിനറി സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 100 ഏക്കറിലാണ് ഫാം പ്രവർത്തിക്കുന്നത്. 100 അത്യുൽപാദന ശേഷിയുള്ള പശുക്കളും 12 നാടൻ പശുക്കളുമുള്ള ഫാമിന്റെ നടത്തിപ്പിന് ഒരു അസോസിയേറ്റ് പ്രൊഫസർ, 2 അസിസ്റ്റന്റ് പ്രൊഫസർ അടക്കം 49 ജീവനക്കാരുണ്ട്. ഇൻഡോസിസ് പദ്ധതിയുടെ ഭാഗമായി മാട്ടുപ്പെട്ടിയിൽ 1963-ൽ തുടങ്ങിയ ബുൾ ഫാം പിന്നീട് ബേസിക് ഫാമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനത്തിന് കേന്ദ്ര സർക്കാർ പദ്ധതി. സംയോജിത മത്സ്യകൃഷി രീതികൾ നടപ്പാക്കും. കുട്ടനാട്ടിലെ മത്സ്യകൃഷി വികസനത്തിന് നെൽകൃഷിയുമായി ചേർന്നുള്ള സംയോജിത മത്സ്യകൃഷിക്കാണ് കേന്ദ്രം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കൂട് മത്സ്യകൃഷി, ബയോഫ്ലോക്ക് മത്സ്യകൃഷി തുടങ്ങിയ രീതികളാണ് നടപ്പിലാക്കുക. ആധുനികവും പരമ്പരാഗതവുമായ മത്സ്യകൃഷി രീതികൾ നടപ്പിലാക്കി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് നടപടികൾ സ്വീകരിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. പൈലറ്റ് പ്രൊജക്ടിന് കീഴിൽ മത്സ്യകൃഷിയിലും മറ്റ് അനുബന്ധ രീതികളിലും കർഷകർക്ക് ആവശ്യമായ വൈദഗ്ധ്യം നൽകുന്നതിന് പരിശീലനം നൽകും.
കൃഷിക്ക് പുറമെ മത്സ്യസംസ്കരണം, പാക്കിംഗ്, വിപണനം എന്നിവയിൽ സംരംഭകരാകാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.